ഇന്ന് ഞാൻ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കേക്കും അവർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 3 ടയർ കേക്ക് ആയിരുന്നു കേട്ടോ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കപ്പ് കേക്ക്, പോപ്സ് അങ്ങനെ എല്ലാ സാധനവും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് 3 ടയർ കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കേക്കാണ്, കളറൊന്നും വരുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബോൾസാണ് വെക്കാനുള്ളത്, പല കളറിലുള്ള 3 കേക്കിൻ്റെയും സൈഡിലായിട്ട് നമ്മൾ ഇതേപോലത്തെ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം അധിക കേക്കും മോഡലൊക്കെ വരുന്നത് ഈ ഒരു ഫോക്സ് ബോൾ വെച്ചിട്ട് ഞാൻ കേട്ടോ. അപ്പം കാണാനും ഭംഗിയാണ് ഈ ഒരു ബോൾസൊക്കെ വെച്ചാൽ. ഇനി ഏറ്റവും ടോപ്പിലെ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ കുറച്ച് ഗോൾഡൻ കളറുള്ള സ്റ്റാർ കൂടി നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് കളറിലാണ് കേട്ടോ നമ്മൾ ലെറ്റർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ സെക്കൻഡ് കേക്കിൽ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കേക്കിനും അതേപോലെ തന്നെ താഴത്തെ കേക്കിലൊക്കെ നമ്മൾ ആ ഒരു ഗോൾഡൻ സ്റ്റാർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത് 7:30 കേട്ടോ. അപ്പം നമ്മളൊരു 6:30 ആകുമ്പോൾ ഇറങ്ങാമെന്നാട്ടോ വിചാരിച്ചിട്ട്. ഒരു അരമണിക്കൂർ നമുക്ക് ട്രാവൽ ഉണ്ടായിരുന്നു. പിന്നെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായപ്പം ഞാൻ കേക്കിൻ്റെ മോഡൽ ഒന്ന് അവർ അയച്ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഗോൾഡൻ റിബൺ വെക്കാൻ മറന്നുപോയ കാര്യം ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ആ ബോൾസൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഗോൾഡൻ റിബണൊക്കെ വെച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ആ ഒരു സ്റ്റിക്കും എടുത്ത് മാറ്റേണ്ടിയിരുന്നു, എന്നാലേ അവിടെ നമുക്ക് ഗോൾഡൻ റിബൺ വെക്കാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതും മാറ്റിയിട്ട് ഇതേപോലെയൊക്കെ വെച്ച് കൊടുത്തു. ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക്, പോപ്സ്, സിക്കിൾസ്, ഡോണറ്റൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാൻഡും അതേപോലെ ട്രേ ഒക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പോകുമ്പം എടുക്കാൻ മറന്നു പോകണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഡോളിനോടിയും വെച്ച് കൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ടാണ്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു കേക്ക് പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം പാക്ക് ചെയ്യുമ്പോൾ നമ്മളിതാ സിൽവർ കളറുള്ള റിബൺ വെച്ചിട്ട് മൊത്തമായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട്. കേക്ക് അച്ഛനാണ് കേട്ടോ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പിടിക്കുന്നത്. അപ്പം മോന് കേക്ക് പിടിക്കാൻ സമ്മതിച്ചില്ല. മോനിൻ്റെ മടിയിൽ തന്നെ കുത്തിരിക്കുന്നത് ഭയങ്കര വാശിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ ഏൽപ്പിച്ചതായിരുന്നു കേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡൊക്കെ ചെറിയൊരു മോശം റോഡായിരുന്നു കേട്ടോ. അപ്പം വളരെ പതുക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഒന്നും പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. നല്ല സേഫായിട്ട് തന്നെ കേക്ക് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ കൂടെയുള്ള ബാക്കി ഐറ്റംസൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പം അവിടെ എത്തിയപ്പം കേക്ക് കട്ടിങ്ങിനുള്ള ടൈം ആയിട്ടില്ലായിരുന്നു, അവരൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ കവർന്നെടുത്ത് പുറത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിതാ ബർത്ത്ഡേ ഗേൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ആൾ കുറച്ച് കളിപ്പിലാണ് കേട്ടോ, കുറച്ച് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് കണ്ടപ്പോൾ ആൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു തോന്നുന്നു, നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാനുള്ള പരിപാടിയിലാണ്. ആദ്യം തന്നെ നമ്മൾ കപ്പ് കേക്കാണ് കേട്ടോ ഇതിലേക്ക് എടുത്ത് വെക്കുന്നത്. 8 കപ്പ് കേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൽ വെക്കുന്നതുകൊണ്ട് സ്റ്റിക്കൊന്നും കുത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ പ്ലെയിനായിട്ട് ഇതുപോലെ ചെയ്തതാണ് കേട്ടോ. ഇനി അടുത്തത് ട്രേയിലേക്ക് പോപ്സും സിക്കിൾസും എടുത്ത് വെക്കുകയാണ്. പോപ്സ് 5 എണ്ണം, അതേപോലെ സിക്കിൾസ് 4 എണ്ണമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പോപ്സ് നമ്മൾ ട്രെയിൻ ഇതേപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ സിക്കിൾസിൻ്റെ മുകളിൽ നമ്മൾ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 ഡോണറ്റ് കൂടി നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് കൂടി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. കേക്ക് കട്ടിങ്ങിനുള്ള ടൈം ആയപ്പോഴേക്കും കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അവർ കട്ട് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം മോൾ അപ്പോഴും ചെറിയ വാശിയിലൊക്കെ കരച്ചിലൊക്കെയാണ്. അപ്പം ബോളൊക്കെ കൊടുത്തു നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആളിങ്ങോട്ടേക്ക് റെഡിയായി നിൽക്കുന്നില്ല. പിന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തതിന് കേക്ക് പീസാക്കിയിട്ട് അവിടെ വന്നൊക്കെ കൊടുത്തു കേട്ടോ. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് അവിടുന്ന് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അതെടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് ഒരു 10 മണിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്കും കമൻറ്റും ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.